PCOD, PCOS എന്നീ രോഗങ്ങൾ ഇല്ലാത്ത സ്ത്രീകൾ കുറവായിരിക്കും. ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ KU കുഞ്ഞുമൊയ്തീൻ, ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്, ബിർള ഫെർട്ടിലിറ്റി, പെരിന്തൽമണ്ണ ആൻഡ് കോഴിക്കോട്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, PCOD, PCOS എന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ടോക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് PCOD, PCOS? PCOD എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. അപ്പോൾ PCOD എന്ന് പറയുന്നതും PCOSും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് ഉപയോഗിക്കാറുണ്ട്. രണ്ടിലും വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോമിലാണ്. പക്ഷേ ഇപ്പോൾ മെഡിക്കൽ ടെർമിനോളജി PCOD മാത്രമാണ്. പക്ഷേ അതിൻ്റെ ഒരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ ഒരു 18ഓ 16ഓ ഒക്കെ വരുമ്പോൾ അവരുടെ അമ്മയും അച്ഛനൊക്കെയാണ് വരിക. മോളെ എന്താണ് ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് PCOD ആണ്, അല്ലാണ്ട് അവരുടെ മറ്റ് ആർത്തവ ബുദ്ധിമുട്ടുകൾ പറയില്ല. അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് ഒരു 2-3 വർഷമായിട്ടും കുട്ടികളില്ലാത്തവർ എന്താണ് ബുദ്ധിമുട്ട്, എനിക്ക് PCOD ആണ്. പീരീഡ് എങ്ങനെ വരുന്നുണ്ട്, എനിക്ക് PCOD ആണ്. അപ്പോൾ ഈ PCOD ഉള്ള ഒരു എന്ത് ചോദ്യത്തിനും അവരുടെ ഉത്തരം എനിക്ക് PCOD ആണ് എന്ന് മാത്രമായിരിക്കും. അല്ലാതെ വേറൊരു ഉത്തരം അവർ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യില്ല. അപ്പോൾ അതിനർത്ഥം അത് അത്രത്തോളം അവരെ മനസ്സിലേക്ക് ആ ഒരു അസുഖത്തിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ അസുഖമാണ് എല്ലാത്തിനും കാരണം എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടാകും. മറ്റൊരു മിഥ്യാധാരണ എല്ലാ മാസവും പീരീഡ് വന്നില്ലെങ്കിൽ വെയിറ്റ് കൂടും എന്നുള്ളതാണ്. പക്ഷെ ഇവർ മനസ്സിലാക്കാത്തത് വെയിറ്റ് കൂടുന്നത് കൊണ്ടാണ് എല്ലാ മാസവും പീരീഡ് വരാത്തത് എന്നുള്ളതാണ്. PCOD ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ്. ചെറുപ്പം മുതൽ തന്നെ വളരെ പൂരിതമായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ, ഫാസ്റ്റ് ഫുഡ് തരത്തിലുള്ളത്, വളരെ മുക്കി പൊരിച്ച ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് ബ്രോസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഡീപ്പ് ഫ്രൈഡ് ഐറ്റംസ്, അതിൽ ഒത്തിരി ഓയിലുണ്ടാവും. അതെല്ലാം കലോറി കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ സപ്ലൈ ചെയ്യും. ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എടുക്കരുത് എന്നുള്ളതിനേക്കാളും അത് എടുക്കുന്നവർ നന്നായിട്ട് അതിനെ ചിലവാക്കി കളയണം, അതായത് നന്നായിട്ട് വ്യായാമം ചെയ്യണം എന്നാണ് പറയാം. പക്ഷേ ഒരു ദിവസം ഇത്തരത്തിലുള്ള ഭക്ഷണക്രമങ്ങൾ, അല്ലെങ്കിൽ ഐസ്ക്രീം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മധുര പലഹാരങ്ങൾ, പിന്നെ ഉച്ചയ്ക്കും രാത്രിയും നമ്മളുടെ സാധാരണ രീതിയിലുള്ള ചോറ്, അരി ഭക്ഷണങ്ങൾ, ബിരിയാണി, ഇതൊക്കെ കഴിക്കുമ്പോൾ ഇത്രയധികം കലോറി അകത്ത് ചെന്നാൽ അത് നമുക്ക് ആ ദിവസം തന്നെ ചിലവാക്കി കളയാനുള്ളൊരു അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു സെറ്റപ്പ് നമുക്ക് പറ്റില്ല. കാരണം അത്രയും നമ്മൾ എത്ര ചിലവാക്കിയാലും ഒരു 1000 കലോറി 900 കലോറീസ് അത്രയ്ക്കേ പോവുള്ളൂ. നമുക്ക് ഒരു ദിവസം നമ്മളുടെ ലൈഫ് മുന്നോട്ട് പോകാൻ ഏകദേശം 2000 കലോറീസ് മതി ബേസിലായിട്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള വർക്കും ആക്ടിവിറ്റീസും ഒക്കെ കൂടുമ്പോൾ ഒരു 2800 വരെ കലോറി ഉപയോഗിക്കാം. അപ്പോൾ അമിതമായിട്ട് വരുന്ന കലോറികൾ, ഊർജം അല്ലെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ്സ്, അത് അടുത്ത ദിവസം കൊഴുപ്പായിട്ട് കൺവെർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ അമിതവണ്ണത്തിന് ഇടയാക്കും. അമിതവണ്ണം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ ഇൻസുലിന് റെസിസ്റ്റൻസ് വരും. നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. ഇൻസുലിന് പ്രതിരോധം അല്ലെങ്കിൽ ശരീരത്തിൽ റെസിസ്റ്റൻസ് വരുമ്പോൾ അത് അണ്ഡാശയത്തിൽ പുരുഷ ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂട്ടാനിടയാക്കും. പിന്നെ അണ്ടോൽപാദനം, ശരീരത്തിലെ LH ഹോർമോണിൻ്റെയൊക്കെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നതുകൊണ്ട് അണ്ടോൽപാദനം അല്ലെങ്കിൽ അണ്ടം, അതായത് ഒരു ആർത്തവം ഉണ്ടായ ഉടനെ ഒരു ഫോളിക്കിള് വലുതായി വരുന്ന ഒരു അവസ്ഥയെ അത് തടയും. അപ്പോൾ ചെറിയ ചെറിയ കുമിളകളായിട്ട് അണ്ഡാശയ ആവരണത്തിൽ അത് കുമിഞ്ഞുകൂടി കിടക്കും. അതുകൊണ്ടാണ് അണ്ഡാശയത്തിലെ കുമിളകളാണെന്ന് സ്കാൻ ചെയ്യുമ്പോൾ PCOD-കാരടുത്ത് പറയുന്നത്. ഇതിൽ നമ്മൾ PCOD-യിൽ അപ്പോൾ പറഞ്ഞ മാതിരി ഈ പുരുഷ ഹോർമോണിൻ്റെ ഉൽപ്പാദനം അണ്ഡാശയത്തിൽ കൂടുമ്പോൾ, അതായത് അമിതവണ്ണം, ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ്, പിന്നെ പുരുഷ ഹോർമോണിൻ്റെ ഉൽപ്പാദനം അണ്ഡാശയത്തിൽ കൂടിക്കഴിഞ്ഞാൽ, കാരണം അത്തരത്തിലുള്ള പുരുഷ ഹോർമോണുകൾ ഒരു സ്ത്രീകളിൽ ആവശ്യമില്ല ശരിക്കും. അപ്പം അത് ഓവുലേഷനെ പ്രിവെൻറ്റ് ചെയ്യും. നാച്ചുറലായിട്ട് ഓരോ മാസവും ഓവുലേഷൻ ഉണ്ടാവുന്നത് കുറയും. പിന്നെ വളരെ ചെറിയ ചെറിയ അണ്ടങ്ങൾ അങ്ങനെ കുമിഞ്ഞുകൂടി നിൽക്കും. പിന്നെ മറ്റൊന്ന് കോസ്മെറ്റിക് ആയിട്ടുള്ള എഫക്റ്റുകൾ, അതായത് മുഖക്കുരു വരാം. പിന്നെ ഈ കഴുത്തിന് പുറത്ത്, കയ്യിലൊക്കെ ബ്ലാക്കായിട്ട് കളർ വരാം, അക്കാന്തോസിസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെയും പിന്നെ ഈ പുരുഷ ഹോർമോണിൻ്റെ അമിതമായിട്ടുള്ള അളവിൻ്റെയും ഒരു ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ അമിതവണ്ണമാണ്. അപ്പോൾ PCOD ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം കൺട്രോൾ ചെയ്യേണ്ട ഒരു സാധനമാണ് അമിതവണ്ണവും പിന്നെ ഭക്ഷണക്രമം, വ്യായാമം. അപ്പോൾ ഭക്ഷണക്രമവും വ്യായാമത്തിൽ കൂടെ മാത്രമേ
ആ അമിതവണ്ണത്തിന് ഒരു പരിധിവരെ പരിഹാരം കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ മെഡിസിൻ കൊടുത്ത് മാറ്റാൻ പെട്ടെന്ന് സാധിക്കുന്നതാണോ? PCOD എന്ന് പറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വിവാഹം കഴിക്കാത്തവർ PCOD ആണ് എനിക്ക് മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് അത് അവിടെ നിന്ന് മാറുന്നില്ല. അത്തരത്തിലുള്ളവർക്ക് അത് വന്ധ്യത ഉണ്ടാകും വിവാഹം കഴിഞ്ഞാൽ. കാരണം ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓവുലേഷൻ ഉള്ള ഈ പറഞ്ഞ വെയിറ്റ് കൺട്രോൾ ഡയറ്റ് എക്സർസൈസ് ഒക്കെ കഴിഞ്ഞിട്ട് അതിനോടൊപ്പമോ അതിന് ശേഷമോ നമ്മൾ ഓവുലേഷൻ ഉണ്ടാവാനുള്ള മരുന്നുകൾ കൊടുക്കും. അങ്ങനെ ഓവുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ട് ഗർഭധാരണം ആയിട്ടില്ലെങ്കിൽ ഒരു 3, 4, 6 മാസം വരെ മാക്സിമം അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ മെയിൽ പാർട്ട്ണർ പുരുഷൻ്റെ സ്പേമും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ, ഇവരുടെ പ്രായം 30 വയസ്സിൽ താഴെയാണെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് ഈ അണ്ഡാശയത്തിൻ്റെ ഉപരിതലത്തിൽ സുഷിരങ്ങൾ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള സുഷിരങ്ങൾ ഈ പുരുഷ ഹോർമോണിൻ്റെ അളവിനെ കുറയ്ക്കുകയും അത് അണ്ഡോൽപാദനം ത്വരിതപ്പെടുത്തുകയും ചെയ്യും. അത് പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് 6 മാസം ഉണ്ടാവുള്ളൂ. എന്നിട്ടും ആയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് IVF ട്രീറ്റ്മെൻറ്റ്. IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ കുറേ അണ്ടങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അണ്ടങ്ങൾ അതിൽ നിന്ന് എടുത്ത് അതിൽ ഏറ്റവും നല്ല അണ്ടങ്ങളിലേക്ക് മാത്രം നമ്മൾ സ്പേമിനെ യോജിപ്പിച്ച് ഭ്രൂണാക്കിയിട്ട് ഗർഭപാത്രത്തിൽ വെക്കുക. പക്ഷേ PCOD ഉള്ളവർക്ക് ഇപ്പോൾ നാച്ചുറലായിട്ട് ഓവുലേഷൻ കൊടുത്ത് ഗർഭധാരണ ആയാലും അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി കൊടുത്ത് ഗർഭധാരണം ചെയ്തിട്ട് ഗർഭധാരണ ആയാലും അവർക്ക് സാധാരണ ആൾക്കാരെക്കാളും കുറച്ച് അത് അബോർഷനായി പോകാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിനുള്ള മുൻകരുതലുകളൊക്കെ പ്രത്യേകമായിട്ട് എടുക്കണം. അപ്പോൾ അബോർഷൻ ആവാനുള്ള സാധ്യത കുറയ്ക്കാനും ഓവുലേഷൻ ചെയ്താലുള്ള ഗർഭധാരണ സാധ്യത കൂട്ടാനും ഇനി IVF ചെയ്താലുള്ള വിജയസാധ്യത കൂട്ടണമെങ്കിലും ഏറ്റവും അടിസ്ഥാനം വെയിറ്റ് കൺട്രോൾ ചെയ്യുക, ഫുഡ് പ്രോപ്പർ ആവുക, എക്സർസൈസ് ചെയ്യുക. ഈ PCODയും PCOSും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ്? ഇത് ആക്ച്വലി ഇപ്പോഴത്തെ വിശദീകരണം അല്ലെങ്കിൽ നിർവചന പ്രകാരം PCOS ഇല്ല, PCOD മാത്രമേ ഉള്ളൂ. അതിൽ ഇത് അണ്ഡോൽപാദനത്തിലെ തകരാറ് മാത്രം അല്ല, അതായത് അണ്ഡോൽപാദന തകരാറാവാം, അല്ലെങ്കിൽ അമിതമായിട്ട് പുരുഷ ഹോർമോണിൻ്റെ അളവാവാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആകാം, പിന്നെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ അണ്ഡാശയത്തിൽ ഈ കുമിളകൾ കാണപ്പെടാം. ഇതെല്ലാം കൂടി ചേർന്നൊരു സംഗതിയാണ് PCOD അല്ലെങ്കിൽ PCOS എന്ന് പറഞ്ഞത്. ഓക്കെ. ഈ PCOD ഉള്ളത് കൊണ്ടാണോ ഈ മുടി പൊഴിച്ചിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് വരുന്നതിന് കാരണം ആൻഡ്രോജൻ അല്ലെങ്കിൽ പുരുഷ ഹോർമോൺ അധികം വരുമ്പോൾ നാച്ചുറലി മുടി കൊഴിച്ചിൽ വരാം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഇത്തരത്തിലുള്ളവർക്ക് തൈറോയിഡിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കുറവാണെങ്കിലും മുടി കൊഴിച്ചിൽ ഉണ്ടാവാം. അത് ഓവുലേഷനെ ബാധിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കണം. അപ്പോൾ PCOD എന്ന് പറയുന്ന ഒരു ഡിസീസിനെ കുറിച്ചായിരുന്നു നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇനി മറ്റൊരു വിഷയമായിട്ട് ഡോക്ടർ KU കുഞ്ഞുമൊയ്തീൻ എത്തുന്നതായിരിക്കും. താങ്ക് യു.